സർ, പുതിയൊരു സാധനം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി പുതിയത് വന്നിട്ട് പോലും ഇല്ല, അത് വരണതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എന്താ കാര്യം വെച്ചാൽ, നിലവിലെ നിയമങ്ങൾ നിഷ്ക്രിയമായതുകൊണ്ടാണോ എന്നറിയില്ല, അതോ അതിൻ്റെ നടത്തിപ്പിൽ വരുന്ന പാളിച്ചയാണോ എന്നറിയില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആക്രി കൊണ്ടുപോകുന്ന ആളും തേങ്ങ ഇടാൻ വരുന്ന ആളും ബംഗാളിയാണോ ബംഗ്ലാദേശിയാണോ എന്ന് നമ്മൾ അറിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ നിയമം വരുന്നുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം വരാൻ കാരണം നമ്മുടെ ഇപ്പോൾ ഉള്ള നിയമങ്ങൾ അത്ര വർഷം പഴകിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ 4 ആക്ട്സ് ഉള്ളത് 1920 1920 പാസ്പോർട്ടിനെ ഗവേൺ ചെയ്യണു. പിന്നെ 1939 ഫോറിനേഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നു. പിന്നെ 1946 വീണ്ടും ഫോറിനേഴ്സിനെ കുറിച്ച് തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമാക്കണു. പിന്നെ 2000 വന്നിരിക്കുന്നത് ഇമിഗ്രേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ട്, ഇങ്ങനെ 4 ആക്ട്സ് ഒക്കെ ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തൊക്കെ നോക്കുമ്പോഴാണ് അവർ ഒരു തീരുമാനത്തിൽ എത്തുന്നത്. ഇയാൾ നമ്മൾക്ക് ഇന്ത്യയിലേക്ക് കയറ്റാൻ പറ്റുമോ ഇല്ലേ, അതൊന്നും നോക്കാതെ വേറെ സൈഡിൽ കൂടെ വരുന്നത് വേറെ. അപ്പോൾ ഈ സെഷനിൽ തന്നെ ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 കൊണ്ടുവരും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് അപ്പോൾ ഈ മദർ ഓഫ് ഓൾ വാർസ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു മദർ ഓഫ് ഓൾ ബിൽസ് ആവോ? പലതിനും പരിഹാരമല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ വഖഫ് ഒരു പരിഹാരമല്ല ഒന്നിനും, UCCയും എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഇഫക്റ്റീവ് അല്ല എന്ന് തോന്നുന്നിടത്ത്, അതായത് ഈ റോഹിംഗ്യാസ്, ബംഗ്ലാദേശീസ്, അല്ലെങ്കിൽ ഇങ്ങനെ ആൻറ്റി നാഷണൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ തളച്ചിടാൻ പറ്റിയ ഒരു നിയമമാവുമോ എന്നാണ് നമ്മൾ ഞങ്ങളെ മാതിരത്തെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഡ്രാഫ്റ്റ് എനിക്ക് കിട്ടിയില്ല നിയമത്തിൻ്റെ. ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ് അതൊരു കോംപ്രഹെൻസീവ് ലോ ആണ്. ഈ നമ്മൾ ഒരു ഏരിയയിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പാസ്പോർട്ട് ആക്ട്, ഫോറിനേഴ്സ് ആക്ട്, ഇമിഗ്രേഷൻ ആക്ട്, ഇതിനിടയിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് വിട്ടുപോകും. ഈ ആക്ട് ഇവിടം വരെ കവർ ചെയ്യുന്നുണ്ട്, മറ്റേ ആക്ട് ഇവിടം വരെ കവർ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ നടുക്കോ ദാറ്റ് ഈസ് പ്ലാൻ. ആ ഗ്യാപ്പിൽ ആൾക്കാർ രക്ഷപ്പെട്ടു പോകും. എപ്പോഴും കള്ളൻ പോലീസിനേക്കാൾ മിടുക്കനാണ്. കള്ളൻ ഒരു വഴിയിലൂടെ രക്ഷപ്പെടുമ്പോഴാണ് നമ്മളും പോലീസും അറിയുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അതുവരെ നമ്മളത് സങ്കല്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആ വഴി ബ്ലോക്ക് ചെയ്യും. നെക്സ്റ്റ് ടൈം കള്ളൻ അടുത്ത വഴി കണ്ടുപിടിക്കും. അടുത്ത വഴി, ഇതിലേ കയറാം അല്ലേ, പോലീസുകാർ പറയും നിങ്ങളിത്, നമുക്ക് ആ ബുദ്ധി തോന്നില്ല, കള്ളനത് തോന്നും. അതുകൊണ്ട് പോലീസും നമ്മളും കള്ളനേക്കാൾ ഒരു സ്റ്റെപ്പ് ബിഹൈൻഡാണ് എപ്പോഴും. ഇതിലെല്ലാം ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ ഈ കള്ളന്മാർക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ ഫീഡ്ബാക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഗവൺമെൻറ് ഓരോന്നും പ്ലഗ് ചെയ്തിട്ട് സെപ്പറേറ്റ് ലെജിസ്ലേഷൻ ഇറക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ ലെജിസ്ലേഷൻ്റെ എണ്ണം വളരെ വർദ്ധിക്കും. ഇത് തമ്മിൽ പരസ്പരം ക്ലാഷ് വരും. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഒരു സർക്കുലർ ഇറക്കുന്നു. ഒരു സംഭവം നടന്നു, അതിനെ തുറന്ന് അത് പ്ലഗ് ചെയ്യാനായിട്ട് ഒരു സർക്കുലർ ഇറക്കുന്നു. ഇതിൻ്റെ ഒരു കോപ്പി ഹോം മിനിസ്ട്രിക്ക് പോകും, അതവിടെ കിടക്കും. കുറച്ചു കാലം കഴിയുമ്പോഴാണ് ഹോം മിനിസ്ട്രി ഒരാളെ പിടിക്കുന്നത്. അത് പിടിച്ച് നോക്കി കഴിയുമ്പോൾ ഇവനെ ശിക്ഷിക്കാൻ വകുപ്പില്ല, തിരിച്ചയക്കാനേ വകുപ്പുള്ളൂ. ഈ വണ്ടിക്കൂലിയും കൂടെ കൊടുത്ത് നമ്മൾ തിരിച്ചയക്കും. അപ്പോൾ ദർ ഈസ് എ ഗ്യാപ്പ്. അപ്പോൾ ഹോം മിനിസ്ട്രി ഒരു സർക്കുലർ ഇറക്കും. ഇത് ഇപ്പോൾ 3-4 വർഷം കഴിയുമ്പോൾ ഇവരുടെയും അവരുടെയും സർക്കുലർ തമ്മിൽ ഒരുപാട് മിസ്മാച്ച് വരും. അങ്ങനെ വരുമ്പോഴാണ് കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ അവർ പ്ലാൻ ചെയ്യുന്നത്, വിച്ച് വിൽ ഗോ ടു എവറി ഡിപ്പാർട്ട്മെൻറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദാറ്റ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അറിയാൻ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യണം. റിഫ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വലിയൊരു ലിസ്റ്റ് ഉണ്ടാകും ഇതിൻ്റെയൊക്കെ കൂടെ. വിത്ത് ദിസ് ആക്ട് വി ആർ റിപ്പീലിംഗ് ദ ഫോളോയിങ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് എടുത്തു കളയുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള സർക്കുലേഴ്സ്, അത് ഇതൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഇത് കോംപ്രഹെൻസീവ് ലോ ആയിട്ട് പാസ്സാക്കും. ദിസ് ഈസ് ദ പ്രോസസ്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും.
യെസ് സർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവർ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഹോസ്പിറ്റൽസ് ആയാലും ലോഡ്ജസ് ഹോസ്റ്റൽസ് ഒക്കെ നടത്തുന്നവരായാലും ഇങ്ങനെ ഫോറിനേഴ്സ് താമസിക്കുന്ന എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ രേഖകൾ ഫ്രോഡാണെങ്കിൽ എല്ലാം നിങ്ങൾക്കും കൂടി ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിൻ്റെ റെക്കോർഡ്സ് കീപ്പിങ്ങിന് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് അറിയിപ്പിക്കേണ്ടടുത്ത് അറിയിപ്പിച്ചില്ലെങ്കിൽ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഒരു കാര്യം. പിന്നെ പെനാൽറ്റീസൊക്കെ പണ്ട് 5 തൊട്ട് 8 വർഷം വരെ ജയിലുണ്ടായിരുന്നെങ്കിലും ക്യാഷ് ഫൈനൊക്കെ 50,000 ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുത്തനെ അങ്ങോട്ട് കൂട്ടി. 5 lakhs 10 lakhs. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഫ്രോഡാണെങ്കിൽ, നിങ്ങൾ ഉപയോഗിച്ച വഴികൾ നിയമപരമല്ലെങ്കിൽ, അപ്പോൾ അതിനൊക്കെ 5 lakhs 10 lakhs ഒക്കെ പെനാൽറ്റി അടിച്ചിട്ടുണ്ട്. പിന്നെ ചില ടൈപ്പ് ഫോറിനേഴ്സിനെ ഇന്ത്യയിലേക്ക് കടത്തി വിടാതിരിക്കാനുള്ള റൂൾസ് എല്ലാം ക്ലിയർ ആക്കി വരുവാണ്. പിന്നെ ഡിപ്പോർട്ട് ചെയ്യേണ്ടവരെ തീരുമാനിച്ച് അതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് റെഡിയാക്കുകയാണ്. പിന്നെ ആരെയും നമ്മൾ ബാൻ ചെയ്യണു, ആരെയും നമ്മൾ ഡീറ്റെയിൻ ചെയ്യണു, പിടിച്ചു വെക്കാൻ പോണത് ആരൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കണു. പിന്നെ ചില കേസസിൽ ട്രാവൽ റെസ്ട്രിക്ഷൻസ്, ഇപ്പം നമ്മൾ ചൈനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള മാതിരത്തെ റെസ്ട്രിക്ഷൻസ് എൻഫോഴ്സ് ചെയ്യാനും അതൊക്കെ ഈ നിയമങ്ങളിലേക്ക് അവർ ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്നാണ് പറയണത്. ഫോട്ടോഗ്രാഫ്സും ബയോമെട്രിക്സും അവർ സമ്മതിക്കണം എന്നും ഈ നിയമത്തിലുണ്ട് എന്നാണ് പറയണത്. ആൻഡ് പിന്നെ സാറ് പറഞ്ഞ മാതിരി തിരിച്ചിപ്പോൾ ഇതിനൊക്കെ കാരണം ഇവിടുന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ കോസ്റ്റും ഉത്തരവാദിത്വവും സ്വയം എടുത്തോളണം എന്നാണ് പറയണത്. ഈ ഇതിൻ്റെയൊക്കെ നമ്മളെത്ര പുറകിലാണെന്നറിയാമോ? ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ID കാർഡ്, ഞാൻ TG മോഹൻദാസ് ആണ് എന്ന് സർക്കാർ പറയുന്ന ഫോട്ടോ പതിച്ച ഒരു ID കാർഡ് കിട്ടുന്നത് ഐ തിങ്ക് 2000 or 2001 മേ ബി 9 ഇല്ല 2001 മറ്റോ ആണ് election ID കാർഡ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കാർഡ് ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ വിച്ച് ഐ ഗോട്ട്. അതിന് മുമ്പുള്ളത് റേഷൻ കാർഡാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇവർക്കൊക്കെ ബാധകമാണെന്ന് പറയുന്നത്. ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ പുറകോട്ട് സഞ്ചരിക്കുക. ഞാൻ ഇന്ത്യയിൽ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്, ഓരോ ആവശ്യത്തിൽ പോയിട്ടുണ്ട്. അവിടെ ഹോട്ടലിൽ ഞാനിപ്പോൾ അത്ഭുതപ്പെടുകയാണ്. ആ ഹോട്ടലിൽ ഒരു രജിസ്റ്റർ ഉണ്ടാകും. ആ രജിസ്റ്ററിൽ ഞാൻ എഴുതും TG മോഹൻദാസ്, എൻ്റെ അഡ്രസ്സ് എഴുതും. മൊബൈലൊന്നുമില്ല, മൊബൈൽ ആർക്കും ഇല്ല, എനിക്കില്ല. ലാൻഡ് ലൈനേ ഉള്ളൂ. എനിക്ക് ലാൻഡ് ലൈനും ഇല്ല, എൻ്റെ വീട്ടിലും ലാൻഡ് ലൈനില്ല. അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുന്ന പ്രശ്നമില്ല. ആൻഡ് ഈ കൽക്കത്തയിൽ ഒരു ഹോട്ടലുകാരൻ എന്നെ അങ്ങ് വിശ്വസിക്കുകയാണ് ഞാൻ TG മോഹൻദാസ് ആണ്. നാഷണാലിറ്റി കോളമുണ്ട്, അതിൽ ഞാൻ ഹിന്ദു എന്നെഴുതും. അപ്പോൾ ഹോട്ടലുകാരൻ്റെ നെറ്റി ഒളിയും. ഒരു തവണ എന്നോട് ചോദിച്ചു, ये क्या है आपको इंडियन लिखना था? नहीं मैं हिंदू हूँ, हिंदू नेशनलिटी नहीं क्या? ठीक है. ദിസ് വാസ് ഇൻ 1989. അയാൾ ഞാനിങ്ങനെ ബോൾഡായിട്ട് പറഞ്ഞപ്പോൾ അയാൾക്ക് പിന്നെ അതിലും വഴക്കുണ്ടാക്കണ്ട എന്ന് തോന്നിയിട്ട് ഉണ്ടാഞ്ഞതായിരിക്കും. ഒരുപാട് സ്ഥലത്ത് ഞാൻ നാഷണാലിറ്റി ഹിന്ദു എന്ന് എഴുതാറുണ്ട്. ഇതൊക്കെ അവർ വിശ്വസിക്കുകയാണ്. ഹൗ ഡു ദേ നോ ഐ എം എ ഹിന്ദു? ഹൗ ഡു ദേ നോ ഐ എം TG മോഹൻദാസ്? ഒന്നുമില്ല, ഞാനങ്ങ് പറയുന്നു, അവർ വിശ്വസിക്കുന്നു. ദാറ്റ് വാസ് ദ സിസ്റ്റം. 25 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത് വെച്ച് ഈ സിസ്റ്റം വെച്ച് ഞാൻ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചിട്ടുണ്ട്. ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു ടിക്കറ്റ് ഉണ്ട്, ശരി, മോഹൻദാസ് എന്നയാളുടെ ചാർട്ടിൽ പേരുമുണ്ട്. ഞാനാണ് മോഹൻദാസ് എന്നുള്ളതിന് എന്താ തെളിവ്? ഒരു തെളിവില്ല. ID കാർഡില്ല. ഈ ബംഗ്ലാദേശി റോഹിംഗ്യ, ഇതാണ് ഞാൻ പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, എൻ്റെ സ്ഥലത്ത് ഒരു റോഹിംഗ്യൻ മുസ്ലിമിനെ സങ്കല്പിച്ച് നോക്കുക. അയാളുടെ പേര് ഇന്നതാണെന്ന് അയാൾ പറഞ്ഞാൽ അതാണ്. ഞാൻ ബംഗാളി എന്നാണെന്ന് പറഞ്ഞാൽ ബംഗാളി. അവരുടെ ഭാഷ പലർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ വെട്ടിയ ആളിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അയാൾ പറയുന്ന ഭാഷ ഇവർക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ബംഗ്ലാദേശി മുസ്ലിമാണെന്ന് പറയുന്നു. ബട്ട് അയാൾ സംസാരിക്കുന്ന ഭാഷ ബംഗ്ലാ ഭാഷയല്ല, എന്നാൽ ബംഗ്ലാദേശി എന്നാണ് അയാൾ. ആദ്യം ഇവർ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ
ലോക്കൽ ഡയലക്റ്റൊക്കെ മാറില്ല. എനിവേ അത് വേറൊരു വിഷയം. ബേസിക്കലി ഒരു ഐഡൻറ്റിറ്റി എന്നതിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് വെരി റീസെൻ്റ്ലിയാണ്. ഭീഷണികൾ വന്ന അതിനു മുമ്പും പാസ്പോർട്ടുണ്ട്, ഫോട്ടോ പതിച്ച പാസ്പോർട്ടുണ്ട്. പക്ഷേ പാസ്പോർട്ടും കൊണ്ട് തെക്കുവടക്ക് നടക്കുന്നൊരു സ്വഭാവമൊന്നുമില്ല. ഒരു ഐഡൻറ്റിറ്റി, ആരും ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കാറില്ല, ഒരിടത്തും ID കാർഡ് ചോദിക്കാറില്ല, കൊടുക്കാറുമില്ല. അതുകൊണ്ട് പാസ്പോർട്ടും കൊണ്ട് നടക്കുക എൻ്റെ ID. ഇപ്പോൾ അങ്ങനെ പറ്റുമോ? നിങ്ങൾക്ക് ഒരു ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കാൻ പറ്റുമോ ID കാർഡ് ഇല്ലാതെ? ഏതെങ്കിലും കാർഡ് വേണം, ഡ്രൈവിംഗ് ലൈസൻസ് എങ്കിലും വേണം. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വളരെ പുറകിലാണ്. ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സർ, നമ്മളെക്കാളും പുറകിലാണ് അമേരിക്കയിലൊക്കെ. ഈ അവർ പറഞ്ഞില്ലേ, ബയോമെട്രിക് ചെക്കിങ്ങോ ഒന്നും ഇല്ലാതെ വോട്ട് ചെയ്യാൻ വരെ അവരെ അനുവദിക്കുന്നുണ്ട്. അവർക്ക് EVM പോലും ഇല്ല, ആധാറോ അങ്ങനെയൊന്നും ഒരു സിസ്റ്റം ഇല്ലല്ലോ. ബാലറ്റ് സിസ്റ്റത്തിലല്ലേ ഇപ്പോഴും അമേരിക്ക നിൽക്കുന്നത്. അമേരിക്ക അഡ്വാൻസ് കൺട്രി എന്നൊക്കെ പറയുന്നത് യുദ്ധത്തിലാണ്. വല്ലവനെയും കൊല്ലാനുള്ള മിടുക്കാണ് അവരുടെ മിടുക്ക്. അല്ലാതെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ മിടുക്ക് വളരെ കുറവാണ് അമേരിക്കക്കാരിലേക്ക്. നമ്മളേതായാലും കോംപ്രഹെൻസീവായിട്ട് ഒരു ഇമിഗ്രേഷൻ ലോയും ഇതും നമുക്ക് ആവശ്യമാണ്. ബട്ട് ഇതില്ലാതെ വരുന്നവരെ അത് തടയാനാണ് പ്രയാസം. ഇപ്പം നമ്മളുടെ ബംഗ്ലാദേശ് സൈഡിലുണ്ടല്ലോ, ഇപ്പോഴും നമ്മളുടെ ഫെൻസിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. 800 കിലോമീറ്റേഴ്സോളം അല്ലേ? 800 കിലോമീറ്റേഴ്സ് അല്ലേ പറഞ്ഞു? അതെ, ഐ തിങ്ക് 800 കിലോമീറ്റേഴ്സോളം. അതെ, പറ്റുതന്നെ ഇല്ലാന്ന്, പറ്റാത്ത തന്നെ 150 കിലോമീറ്റേഴ്സ് എന്തോ വിചാരിച്ചാലും പറ്റില്ല അത്ര. എന്നോട് ഇങ്ങനെയൊക്കെ പറയരുത്. ഇത്ര വലിയ രാജ്യം എന്ത് ശൂന്യാകാശത്തിലേക്ക് 108 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് അയക്കുന്ന പാർട്ടികൾ പറയുക അവിടെ മതിൽ കെട്ടാൻ പറ്റില്ല ചേട്ടാ. അതെന്താണ്? അവിടെ വെള്ളവും ചെളിയൊക്കെയാണ്. What are you talking about? You don't have technology to do that. Correct. We are talking about military engineering service of Indian military. They don't know how to do. മിനിറ്റ് വെച്ചിട്ട് മുണ്ടക്കൈ ചുരൽമലയിൽ വന്ന് ബെയിലി പാലം ഉണ്ടാക്കിയ ആൾക്കാരാണ്. അവർക്കാണോ മതിൽ കെട്ടാൻ പറ്റാത്തത്? അതിനോ ഈ 800 സംതിങ്, ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ 800 സംതിങ് എക്സ്ക്ലൂസീവ്ലി വെസ്റ്റ് ബംഗാളിൻ്റെ മമതാ ബാനർജിയുടെ ബോർഡറാണ്. ബാക്കി ആസാം, ത്രിപുര, ഇവരുടെയൊക്കെ ബോർഡർ ഫുൾ അവർ ചെയ്ത് കഴിഞ്ഞു. അവരല്ല, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ഇത് ചെയ്യുന്നത്. ഈ ബംഗാളിൻ്റെ മാത്രം 850 കിലോമീറ്റർ വെള്ളമാണ്, ചെളിയാണ്, പാറയാണ്, മലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫെൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് എന്ന് തുടങ്ങിയ പണി? സംവെയർ 1948 or 49 തുടങ്ങിയ പണിയാണ്. അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നില്ല, ബട്ട് സ്റ്റിൽ ദേ വർ അവർ എനിമീസ്. അന്ന് തുടങ്ങിയ പണി ഇന്നും തീർന്നില്ല എന്ന് എന്നോട് പറയല്ലേ. എന്തൊരു കഷ്ടമാണ്. ടെക്നോളജി ഇല്ല, ഡിഫിക്കൽട്ട് ടെറൈൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ് ഡിഫിക്കൽട്ട് ടെറൈൻ? അക്സെപ്റ്റബിൾ അല്ലല്ലേ സർ? ശരിക്കും എക്സ്ക്യൂസ് മാത്രമാണ്. സംതിങ് സീരിയസ്ലി റോങ് വിത്ത് ദീസ് പീപ്പിൾ. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്ക് ലോക്സഭയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രി കൊടുക്കുന്നു. ദിസ് ഈസ് ദ സിറ്റുവേഷൻ, ദിസ് ഈസ് ഡിഫിക്കൽട്ട് ടെറൈൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് a minister giving an excuse saying that it is difficult terrain. Oh, everybody knows it is a difficult terrain. ഈ ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്താണ് ചൈനയിലെ വൻമതിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. വാസ് ഇറ്റ് നോട്ട് ഡിഫിക്കൽട്ട് ടെറൈൻ? അവരെങ്ങനെ കെട്ടി? ചൈന ഇപ്പോഴത്തെ ചൈനക്കാരല്ല, അവരുടെ കാരണവന്മാരെ കെട്ടിയതാണ്. ബട്ട് കെട്ടിയല്ലോ. ഇത്രയധികം ആർക്കിടെക്ചറും സംഗതിയൊക്കെ 1000 വർഷം മുമ്പ് കയ്യിലുണ്ടായിരുന്നു. നമുക്ക് ഒരു മതിൽ കെട്ടാൻ അയ്യോ അവിടെ പ്രയാസമാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട്, അബ്സല്യൂട്ട്ലി നോട്ട് അക്സെപ്റ്റബിൾ. അപ്പോൾ അത് ഇത് വെച്ചിട്ട്, നിയമം വെച്ചിട്ട് നിങ്ങൾക്ക് നുഴഞ്ഞുകയറ്റക്കാരെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് 14,000 കിലോമീറ്ററാണ് ബംഗ്ലാദേശ് ബോർഡർ. അതിൽ നമ്മൾ കംപ്ലീറ്റ് വേലി കെട്ടി ആകെ ഇനി ഒരു 3 മീറ്ററേ ബാക്കിയുള്ളൂ, മതി. അതിനർത്ഥം നിങ്ങൾക്ക് വേലിയില്ല എന്നാണ്. ശരിയല്ലേ? മതി, 3 മീറ്റർ പോലും വേണ്ടല്ലോ. അത് കൂടെ നുഴഞ്ഞൊക്കെ ഇല്ല അവർ കയറണത്. ശരിയാണ്. 3 അടി വീതിയിൽ 1.5 അടി വീതിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കഴിഞ്ഞു നിങ്ങളുടെ വേലി. 10,000 കിലോമീറ്ററിൻ്റെ വേലിയാണെങ്കിലും
1.5 അടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വേലി ഇല്ല എന്നാണ്. വേലിയില്ലാത്തതുള്ളതും തുല്യമാണ്. സോ നമുക്ക് അത്തരം എക്സ്ക്യൂസ് ഒന്നും നമ്മൾ പറയാനേ പാടില്ല ആസ് എ ഗ്രേറ്റ് നേഷൻ. ബട്ട് ദെൻ ഈ ഒരു ഇത് നമുക്ക് ആവശ്യമാണ്, കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു ലെജിസ്ലേഷൻ ആവശ്യമാണ്. പിന്നെ സർ, നാഷണൽ സെക്യൂരിറ്റി ഡെവലപ്മെന്റ്സിനെ പറ്റിയിട്ട് അമിത്ഷാജി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. 805 ആപ്സിനെ നിർത്തലാക്കി അവർ. 3266 വെബ്സൈറ്റ്സിനെ ബ്ലോക്ക് ചെയ്തു. എല്ലാം നാഷണൽ സെക്യൂരിറ്റി ഗ്രൗണ്ട്സിൽ നടക്കും. അപ്പം എന്തൊക്കെ ഫോറിൻ ഇന്റർഫിയറൻസും ഈ പറയണതും ഒക്കെ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ സൈബർ ടെറൈനും ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, ഹോം മിനിസ്ട്രി ഷുഡ് ഗിവ് ആൻ അഡ്വർടൈസ്മെന്റ് സെയിങ് ദാറ്റ്, പബ്ലിക്കിനോട് ആവശ്യപ്പെടുക, നിങ്ങളെ ട്രബിൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് സംശയമുള്ളതായ ആപ്പ്, you give a link to that app to us. Correct. They will get a huge feedback. ഇതിപ്പോൾ ഹോം മിനിസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു ക്ലാർക്ക് കണ്ടുപിടിച്ച് അയാൾക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ആപ്പ് അങ്ങ് നിരോധിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10-40 ആപ്പിൻ്റെ പേര് കൊടുക്കാനുണ്ടാവും. ഇനിയും പിന്നെ നമ്മളെ കളിപ്പിക്കുന്ന ആപ്പുകൾ, അശ്ലീല ആപ്പുകൾ, അത് ബ്ലാക്ക് മെയിലിങ്, അതുപോലെ നമ്മളുടെ മൊബൈൽ തന്നെ അടിച്ച് തകർന്നു പോകുന്ന ആപ്പുകൾ. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ നമ്മുടെ മൊബൈൽ ഹാങ് ആകും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, ഓഫ് ചെയ്യാൻ പോലും പറ്റില്ല, റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ പിടിക്കുന്ന ആപ്പുകൾ. ഇതൊക്കെ നാട്ടുകാരോട് ചോദിക്കേണ്ടത്, എന്തൊക്കെയാണ് സാധനം നിങ്ങൾ യു ക്യാൻ അപ്ലോഡ്, അതിൻ്റെ ലിങ്ക് തരാൻ പറയുക. ആൻഡ് ദെൻ സൈബർ സെക്യൂരിറ്റി പീപ്പിൾ ക്യാൻ ഓപ്പറേറ്റ് വെരി ഫാസ്റ്റ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവരെന്തായാലും മനസ്സിലാക്കി. എന്താ വെച്ചാൽ അമിത്ഷാജി പറഞ്ഞത് 3rd ലാർജസ്റ്റ് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പാണ് നമ്മുടെ, അതുകൊണ്ട് പ്രയോറിറ്റി കൊടുക്കും ഇനി സെക്യൂരിറ്റിക്കും. 0 സൈബർ ക്രൈം എന്നാണ് പറയണത് മൂപ്പര് ട്രൈ ചെയ്യുന്നത്. 0 സൈബർ ക്രൈം ഒക്കെ ആവുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഹെൽപ്പ് ലൈനും കൂടി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. 1930 വിളിച്ചാൽ സിറ്റിസൻസിന് ഹെൽപ്പ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണെന്നാണ് പറയുന്നത്. പക്ഷെ സാറ് പറയണത് പോലെ ആക്ച്വലി വേറൊരു നമ്പറാണ് വേണ്ടത്, ഈ കംപ്ലയിൻസ് റിപ്പോർട്ട് ചെയ്യാൻ, അല്ലേ? ഒരു സസ്പീഷ്യസ് ഇത് റിപ്പോർട്ട് ചെയ്യാനാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ പ്രയാസമേ, ഇപ്പോൾ ഒരാൾ ലക്ഷ്മിയെ ചീത്ത പറയുന്നു ഫേസ്ബുക്കിൽ, ലക്ഷ്മി 1930 വിളിച്ചു പറയുന്നു, അയാൾ ഈ പറഞ്ഞ ചീത്ത ഡിലീറ്റ് ചെയ്യുന്നു, കഴിഞ്ഞു. ലക്ഷ്മിയുടെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട് ഇയാൾ ചീത്ത വിളിച്ചത്. വിത്ത് ദാറ്റ് വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു? ഇയാൾ ആരാന്നറിയില്ല, ഫേക്ക് നെയിമാണ്. ഞാനതുകൊണ്ടാണ് പറയുന്നത്, ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാ അക്കൗണ്ട്, എവറിത്തിങ് ഷുഡ് ബി ലിങ്ക് ടു ആധാർ. Yes, and Aadhaar, correct. It should be known to the government. Correct. ഒരാൾക്ക് കള്ളപ്പേരിൽ എഴുതണം, എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. അനോണിമസ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. He is a high official working in a big company. He doesn't want to disclose his identity. Agreed. But then if you do nonsense and hide behind your anonymity, that is not acceptable. ക്രൈം നടത്തിയിട്ട് ഞാൻ അനോണിമസ് ആണെന്ന് പറയാൻ പറ്റില്ല. അതോറിറ്റീസ് ഷുഡ് നോ ഹു ഈസ്. അപ്പോൾ ലക്ഷ്മി പരാതി കൊടുക്കുന്നു, ഇന്ന പേരിൽ നിന്നാണ്. അപ്പോൾ അവർ നോക്കിക്കഴിയുമ്പോൾ അവർക്കപ്പോൾ അറിയാം ഈ പേര് ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റാണ് ലിഫ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പോൾ അത് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. യു ആർ അറ്റ് ദ മേഴ്സി ഓഫ് യൂട്യൂബ്, യു ആർ അറ്റ് ദ മേഴ്സി ഓഫ് ഫേസ്ബുക്ക്, ഇൻസ്റ്റ. നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു കൺട്രോളും ഇല്ല. ഗവൺമെൻറ് ആ കമ്പനികളെ കൺട്രോൾ ചെയ്യാൻ പോകണ്ട. ആകെ ഇത് തന്നെ, നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് ഐദർ യുവർ ഇലക്ഷൻ ID കാർഡ് ഓർ ആധാർ കാർഡ്. നിങ്ങൾ എത്ര അക്കൗണ്ട് എടുക്കുവോ, ഏത് പേര് കൊടുക്കുവോ. ഭീമസേനൻ എന്നുള്ള പേരിൽ മോഹൻദാസ് ഫേസ്ബുക്കിൽ എഴുതുന്നു. ഓക്കെ, എഴുതിക്കോ മോഹൻദാസ്, പക്ഷേ ഭീമസേനൻ ആരാണെന്ന് ഗവൺമെൻറ്റിന് അറിയണം. പോലീസിൻ്റെ കയ്യിൽ ആ ഇൻഫർമേഷൻ വേണം. സോ മോഹൻദാസ് ഏതെങ്കിലും ലൈൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് പോലീസിന് പിടിക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയല്ല. മോഹൻദാസ് ഏത് പേരിലും വന്ന് ലക്ഷ്മിയെ ഉപദ്രവിക്കാം. ഒരെണ്ണം ബ്ലോക്ക് ചെയ്തു, അപ്പോൾ മോഹൻദാസ് അടുത്ത ID എടുത്തു, അടുത്ത ഉപദ്രവം തുടങ്ങി. ഇതെന്തൊരു നാശം! അവസാനം ലക്ഷ്മി ഇതിട്ടിട്ട് പോകും, ഇല്ലേ? കുറച്ച് കഴിയുമ്പോൾ എത്രയെന്ന് വിചാരിച്ചാൽ ഒരാളെ ബ്ലോക്ക് ചെയ്യും, പിടിക്കുകയൊക്കെ ചെയ്യുക.
കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഭർത്താവ് പറയും, എന്തിനാ പഠനത്തിൽ യു ലീവ് ഇറ്റ്, ലക്ഷ്മി ഫേസ്ബുക്ക് വിട്ടുപോയി, ഞാൻ ജയിച്ചു. ഇത് അനുവദിക്കാൻ പാടില്ല. ഇത് ഞാനിപ്പോഴും നമുക്ക് ഒരു നിയന്ത്രണമില്ലാതെ ഫേസ്ബുക്കിൽ എന്തെല്ലാം ചീത്തകളാണ്, ട്വിറ്ററിൽ എന്തെല്ലാം ചീത്തയാണ്. പലരും ധരിക്കുന്നത് ചീത്ത പറയാനുള്ളൊരു സ്ഥലമാണ് ഈ പ്ലാറ്റ്ഫോം എന്നാണ്. ഇത് നമ്മൾ പറയില്ല, ഒരു മാർക്കറ്റ് പ്ലേസ്, അവിടെ നിനക്ക് എന്തെങ്കിലും ബഹളം വയ്ക്കാനാണെങ്കിൽ അവിടെ പോയി ബഹളം വയ്ക്കുക, ഇവിടെ ബഹളം വയ്ക്കാതെ നമ്മൾ ശാന്തമുള്ള ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നു, ബഹളം വയ്ക്കാൻ വേറൊരു ഏരിയ. ഇങ്ങനെ ബഹളം വയ്ക്കാനും ചീത്ത പറയാനുമുള്ള ഏരിയയാണ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റ എന്നൊക്കെ ആൾക്കാർ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടെ മുഴുവൻ അശ്ലീലവും സംഗതി ഇപ്പോൾ ലോക്സഭയിലെ ദൃശ്യമായല്ലോ. ആ എന്താ അലഹബാദിയോ ആരോ ഒക്കെ വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. ഞാനതിങ്ങനെ അതിൻ്റെ ചില എക്സ്പേർട്സ് ഇതിൽ കാണിച്ചു റിപ്പബ്ലിക് ടി വിയിൽ. ഐ വാസ് ഫ്ലാബർഗാസ്റ്റഡ്, വാട്ട് ഈസ് ദിസ്. എന്നിട്ട് അവന്മാരുടെ വഷളൻ ചിരി, എന്തൊരു കഷ്ടം. അതിൻ്റെ പുറത്തൊക്കെ നിയമം വേണ്ട. ഇപ്പോൾ നമ്മളുടെ പ്ലൈറ്റ് നോക്കും, ലോക്സഭ ഏതോ സമിതി ഇവരെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. വാസ്തവത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്. ക്രിമിനൽ കേസ് എടുക്കാൻ ഇവർ നോക്കുമ്പോൾ വകുപ്പില്ല. രണ്ട് ചെറുപ്പക്കാർ കൂടി എന്തെങ്കിലും അശ്ലീലം പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ എന്ത് പേര് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുക. സോ യു നീഡ് എ ലെജിസ്ലേഷൻ അഗെയിൻ. ആ ലെജിസ്ലേഷൻ കൊണ്ടും ഇത് നിൽക്കാൻ പോകുന്നില്ല എൻ്റെ നോട്ടത്തിൽ. അൺലെസ് യു ലിങ്ക് ദർ ആധാർ ഓർ ഇലക്ഷൻ ഐ ഡി കാർഡ് ഓർ പാൻ കാർഡ്. ഇലക്ഷൻ ഐ ഡി കാർഡ് എടുക്കാതെ തന്നെ ഇവന്മാരൊന്നും വോട്ട് ചെയ്യാനൊന്നും പോകാറില്ല, അറിയാമല്ലേ. ഈ തല്ലിപ്പൊളി പിള്ളേരൊന്നും ദേ ജസ്റ്റ് ഡോണ്ട് കെയർ ഹൂ ഈസ് റൂളിംഗ്, ഒന്നുമില്ല. അവർക്ക് ഈ വീഡിയോയിൽ നിന്ന് ലക്ഷക്കണക്കിന് വ്യൂസും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയും കിട്ടുന്നു. അതിൻ്റെ അഹങ്കാരവും ബഹളവുമാണ് ഈ കാണിക്കുന്നത്. അത് കൂടുതൽ ആൾക്കാരെ കൂട്ടാനായിട്ട് കൂടുതൽ അശ്ലീലവും സംഗതിയൊക്കെ പറയും. അപ്പോൾ അവർക്ക് ഐ ഡി കാർഡ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക, അല്ലെങ്കിൽ ഇവൻ്റെ ഇപ്പോൾ എന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് റിക്വസ്റ്റിംഗ് യൂട്യൂബ് ടു ടേക്ക് ഡൗൺ ദാറ്റ് വീഡിയോ. ഈ യൂട്യൂബ് പറഞ്ഞു ആ ശരി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫൈനലി വീഡിയോ ഡൗൺ. എന്നിട്ട് അതിനെതിരെയും നിൽക്കാൻ വേറെ കുറേ ആൾക്കാർ, അത് USAIDലേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അതെ, ഇത്തരം ആൾക്കാരുണ്ട്. They encourage this type of activity. ഏതായാലും ഇപ്പോൾ in the name of the freedom of expression. Correct. കഷ്ടമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഫിസിക്കലി അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടി ഈ ഫോറിനേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ ആക്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ചേഞ്ച് വരുത്താൻ പോകണ മാതിരി തന്നെ കാരണം ഇന്നിപ്പോൾ സാർ നോക്കുകയാണെങ്കിൽ ഈ വർഷം മോദി ഗവൺമെൻറ് വളരെ ഫാസ്റ്റായിട്ട് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ 12 ലക്ഷത്തിൻ്റെ ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് ആയാലും, അതുകൊണ്ടാണ് ഇൻ കണ്ടിന്യൂവേഷൻ അതിൽ ആ വാർത്തയിൽ സൈബർ സെക്യൂരിറ്റി വന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയമൊക്കെ പറയാൻ കാര്യം. സൈബർ സെക്യൂരിറ്റിയിൽ ഫസ്റ്റ് വേണ്ടത് ഐഡൻറ്റിറ്റി മസ്റ്റ് ബി അവൈലബിൾ വിത്ത് ദ ഗവൺമെൻറ്. അപ്പോൾ പ്രതീക്ഷയോടെ. താങ്ക് യു.